ഹലോ വെൽക്കം ബാക്ക് ടു മലയാളി പൂനെ. ഇന്ന് നമ്മൾ എവിടെയാണ് മമ്മി വന്നേക്കണേ? ഇന്ന് നമ്മളിപ്പോൾ ഗണപതി അമ്പലത്തിൽ വന്നതാണ്. അപ്പോൾ അവിടുത്തെ ദർശനം കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇങ്ങനെ വന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു അങ്ങനെ എല്ലാം കൂടി കിട്ടുന്ന ഒരു താലി എന്ന് പറയും. ഇവിടെ പൂനെയിൽ സ്പെഷ്യലാണിത്. അത് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി ദൂരം മുമ്പോട്ട് വന്നതാണ് നമ്മൾ. അതിൻ്റെ ആ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ ഇപ്പോൾ നമ്മൾ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഈ താലി എങ്ങനെ ഇരിക്കണമെന്ന് നമുക്ക് മമ്മി തന്നെ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ നമുക്ക് പോകാകത്തോട്ട്. ഇതാണ് നമ്മളിപ്പോൾ വന്ന ഹോട്ടൽ. ഇതാണ് ശൗര്യവാട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലാണ്. ഇവിടെ നമ്മുടെ നാടൻ കോഴി, അതുപോലെ തന്നെ നമ്മുടെ ആട്, അങ്ങനെയുള്ള സ്പെഷ്യൽ നാട്ടിലുള്ള ആൾക്കാർ പക്ഷേ വില്ലേജ് ടൈപ്പിലുള്ള ആഹാരം പ്രിപ്പയർ ചെയ്ത് തരും നമ്മൾ ആവശ്യപ്പെടുന്നത് പോലെ തന്നെ. അപ്പോൾ നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആവശ്യപ്പെടുന്നതനുസരിച്ച് അത് അൺലിമിറ്റഡ് ആണ്. ഒരു താലിയൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ 600 രൂപ ഉണ്ടാവും ഒരു എല്ലാം കൂടി ഒരാൾക്ക്. അപ്പോൾ അതിനെന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളത് അൺലിമിറ്റഡ് ആണ്. എത്ര വയറ് നിറയുന്നു, എത്ര കഴിക്കാൻ പറ്റുന്നു അത്രയും നമുക്ക് കഴിക്കാം. ഇതാണ് ആ ഹോട്ടൽ. ഇത് ഒരു ഗാവിൻ്റെ ഒരു വില്ലേജ് ടൈപ്പിലെ ഒരു ഹോട്ടലാണ്. വാ, ഇതൊക്കെയാണ് ഇവിടുത്തെ ഇതിൻ്റെ ഒരു അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ഇതാണ്. നമ്മുടെ വന്നു കഴിഞ്ഞാലും നമുക്കൊരു ഒരു നാടൻ ഫീല് കിട്ടുന്നൊരു സ്ഥലമാണിത്. റോഡിലാണെങ്കിൽ റോഡിൻ്റെ സൈഡിലാണിത്, മെയിൻ ഹൈവേയുടെ സൈഡിലാണ്. എന്നാലും നാട്ടിലെ ആ ഒരു പ്രതീതി കിട്ടും നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഉള്ളിലോട്ട് കയറി നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇതാണ് നമ്മുടെ ഇതിൻ്റെ മെയിൻ എൻട്രി ആയിട്ട് വരുന്നത്. ഒരുപാട് ലൈറ്റ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഒരു ചെറിയൊരു നമ്മൾ ഗ്രാമത്തിലൊരു ഭക്ഷണം കഴിക്കുന്ന ആ ഒരു ഇത് കിട്ടാൻ, ആംബിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പാണ് ഇവിടെ ഉള്ളതല്ല. ഇതാണ് ആക്ച്വലി കിട്ടുന്ന ഒരു സ്പെഷ്യൽ താലി എന്ന് പറയും. താലി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെല്ലാം കൂടി ഒരു ചെറിയ ചെറിയ പാത്രത്തിലാക്കി തരുന്നതിനാണ് ഇവിടെ താലി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇതായിട്ട് നമ്മുടെ മണിച്ചോളം എന്ന് പറയും. അതിൻ്റെ ചപ്പാത്തിയാണ്. ചപ്പാത്തി എന്ന് പറയില്ല, ഇവിടെ റൊട്ടി എന്നാണ് പറയുന്നത്, ബാക്കറി എന്നാണ് പറയുന്നത്. പിന്നെ ചിക്കൻസ് ഇങ്ങനെ ഡ്രൈ ആയിട്ടുള്ളതുണ്ട്, 2-3 സൈസിലെ ചട്നിയുണ്ട്, ഒരു മുട്ടയുടെ ഇതുണ്ട്. പിന്നെ ഇതൊരു സൈസ് കൊക്കം സർബത്ത് എന്ന് പറയും, അതിൻ്റെ ഒരു സർബത്താണിത്. പിന്നെ ഒരു ഗുലാബ് ജാമുനുണ്ട്. ഇത് കഴിക്കേണ്ടത് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൊട്ടീനെ എടുത്തിട്ട് നമ്മൾ ഈ ഗ്രേവിയുടെ അകത്തിടണം. ഈ ഗ്രേവിയുടെ അകത്തിട്ടിട്ട് അതിനെ കുതിർത്തിട്ടാണ് നമ്മൾ കഴിക്കേണ്ടത്. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു ചെറിയൊരു പാത്രത്തിൽ റൈസ് കൂടി വരും. പിന്നെ ഇത് മസാല പപ്പടം, ഇത് ഇങ്ങനെ വരും, വലിയ പപ്പടം ഇതായിട്ടാണ്. ഇതാണ് ഇവിടുത്തെ താലി. ഇത് കഴിക്കേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇങ്ങനെ പൊട്ടിച്ചെടുത്തിട്ട് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഇടും. ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ കുതിർന്ന് കഴിയുമ്പോഴത്തേക്ക് അതാണ് നമ്മൾ കഴിക്കുന്നത്. ഇങ്ങനെ അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇനി നമ്മൾ വണ്ടി ഏതായാലും കറങ്ങി. ഇപ്പോൾ എന്തായാലും റെയിനി പിക്നിക്കാണ് ഇന്ന്, പക്ഷേ റെയിനൊന്നും ഇല്ല. അപ്പോൾ വെറുതെ ഒരു പിക്നിക്ക് കറങ്ങി അടിച്ചിട്ട് വൈകുന്നേരത്തേക്ക് വീട്ടിലൂടെ ഫുഡ് കഴിഞ്ഞ് അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങുവാണ്. അപ്പോൾ നമുക്ക് പോവാം. പിന്നെ അടുത്ത ഡെസ്റ്റിനേഷനിൽ ചെന്നിട്ട് നമുക്ക് വീണ്ടും കാണാം.